വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്ന സ്വർഗീയ പിതാവും ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനൊരു പുതിയ ഉണർവും അനുഗ്രഹവും നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ബലഹീന നടീനെയും തിരുസിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ അങ്ങ് കൃപ തരണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ ഉണർവ് നൽകി അങ്ങോട്ട് ചേർന്ന് നിന്ന് കർത്താവെ ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനം, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് ഈ തിരുവചനത്തിലൂടെ നാം വായിച്ചത്. മത നേതാക്കന്മാർ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോ ആരും പറയാത്ത ഒരു കാര്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മത നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളൊക്കെയും അവരുടെ കഷ്ടതകളെ മാറ്റുവാൻ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ, ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. അതോടൊപ്പം തന്നെ പറയുകയാണ്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ഈ ലോക ജീവിത യാത്രയിൽ പ്രത്യേകിച്ച് തൻ്റെ പരസ്യ പ്രവർത്തന കാലത്ത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യവും, ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനവും, പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതലും, അങ്ങനെ വിവിധ തരങ്ങളിൽ കഷ്ടതകളായിരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന സംഭവങ്ങൾ, അതോടൊപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, ഉപമകൾ ഒക്കെ നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ, താൻ ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് താൻ വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരുമായി ചില സമയങ്ങൾ അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചുകൊണ്ട് അവരുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം മുതൽ 16 അധ്യായം വരെ നമുക്ക് വായിക്കുവാൻ കഴിയും. 13-ാം അധ്യായത്തിൽ അന്ത്യ അത്താഴം കർത്താവ് ഒരുക്കുന്നതും താൻ വിളിച്ച് വേർതിരിച്ച 12 ശിഷ്യന്മാരിൽ ഒരുവൻ അവനിൽ പിശാച് പ്രവേശിച്ച് അവൻ കടന്നു പോകുന്നതായിട്ട് നാം വായിക്കുന്നു. 14 മുതലുള്ള അധ്യായങ്ങളിൽ ബാക്കി ശേഷിച്ചിരുന്ന 11 ശിഷ്യന്മാരോട് കർത്താവ് ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറയുമ്പോൾ, വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ ആ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ആവശ്യമാകുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായി 14, 15, 16 അധ്യായങ്ങളിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എന്നിൽ വിശ്വസിക്കുവാൻ എന്ന് 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറഞ്ഞിട്ട് 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ജീവിത യാത്രയിൽ അപ്രതീക്ഷിതമായി നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന
സാഹചര്യത്തിലേക്ക് വഴിതെളിക്കുക. എന്നാൽ വ്യക്തമായി കർത്താവ് ഈ കാര്യങ്ങളൊക്കെയും അവരോട് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ കൂടി അവരെ പഠിപ്പിക്കുന്നുണ്ട്. 14, 15, 16 അധ്യായങ്ങളിൽ അവർ നേരിടുവാൻ പോകുന്ന പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കുവാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞതിന് ശേഷം 16-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമാകുന്ന പ്രയാസങ്ങൾ നാം നേരിടുമ്പോൾ എങ്ങനെ നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയും? മറ്റാരും പറയാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകുകയില്ല എന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷേ കഷ്ടതയുണ്ട്. എന്നാൽ ആ കഷ്ടതയെ അതിജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ ഒരു ദൈവ പൈതലിന് കഴിയണം എന്ന് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്? കഷ്ടതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ കഷ്ടതയെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന കാര്യം കൂടി കർത്താവ് അവരോട് ഉപദേശിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 14-ന്റെ 16, 17 തിരുവചനത്തിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങളോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും, സത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അതിനവനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. അവൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഈ കഷ്ടതകൾ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? താൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയി തൻ്റെ പിതാവിനോട് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ നാം വായിച്ചത്. നിങ്ങളോടുകൂടെ എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും. ഇത് ക്രൈസ്തവരായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. കഷ്ടതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുവശത്ത് ഈ കഷ്ടതയെ അതിജീവിച്ച് പോകുവാൻ എന്ത് നിങ്ങളെ സഹായിക്കും എന്നാണ് കർത്താവ് ഇവിടെ അവരോട് പറയുന്നത്. മറ്റൊരു ആശ്വാസപ്രദനെ, അതായത് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ആ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അവിടെയൊക്കെയും നിങ്ങൾക്ക് സഹായകനായി, ആശ്വാസപ്രദനായി, കാര്യസ്ഥനായി നിങ്ങൾക്കായി പിതാവിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ഏതൊരു ക്രൈസ്തവൻ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കേണ്ടത്. ഈ പരിശുദ്ധാത്മാവാണ് ഈ ലോക ജീവിതയാത്രയിൽ അവൻ നേരിടുന്ന കഷ്ടതകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തക്കോണം അവനെ ശക്തനാക്കുന്നത്. അതാണ് ഒരു ക്രൈസ്തവന് മറ്റുള്ള മതവിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. കഷ്ടത ഈ ലോകത്ത് വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാം. അത് മതം ഭേദമന്യേ എല്ലാ വ്യക്തികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഷ്ടതകൾ നേരിടേണ്ട സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടത അതിജീവിക്കുവാൻ കഴിയുന്നത് അവൻ നമുക്കായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനിൽ ആശ്രയിച്ച് നാം മുമ്പോട്ട് പോകുമ്പോഴാണ്. ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുമ്പോട്ട് നയിക്കുമ്പോൾ ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ തക്കോണം നമ്മെ അത് പ്രാപ്തനാക്കും എന്ന് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ അവസാന മണിക്കൂറുകളിൽ അവരോട് ആവശ്യപ്പെടുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഗത്സമനയിൽ കർത്താവ് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? തുടർന്നുള്ള മണിക്കൂറുകളിൽ അവൻ നേരിടുവാൻ പോകുന്ന
കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അവയെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തിക്ക് വേണ്ടി കർത്താവ് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വായിക്കുന്നുണ്ട്, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്ത് വീണു. അപ്പോൾ അതികഠിനമായ ശോധന അവിടെ അവൻ നേരിടുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പരീക്ഷയുടെ മൂർച്ഛനാവസ്ഥയായിരുന്നു ഗെത്സമനയിലെ തൻ്റെ പ്രാർത്ഥന. അവിടെ തൻ്റെ പിതാവിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുവാനോ അല്ല എനിക്കിത് സാധ്യമല്ല എന്ന് പറയുവാനുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. ബലഹീനമായ മാനുഷിക ബലഹീനതയോടുകൂടി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കർത്താവ് തന്നെ പ്രാർത്ഥിക്കണം, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് സ്വയം സമർപ്പിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവനെ ശക്തിപ്പെടുത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഇത് സാധ്യമായത് ആ പ്രയാസങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കുന്ന ഒരു വലിയ സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. അതേസമയം തന്നെ തൻ്റെ ശിഷ്യന്മാർ, അവരോട് ഈ കാര്യങ്ങളൊക്കെയും വ്യക്തമായി കർത്താവ് 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. താൻ നേരിടുവാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അവർക്കൊരിക്കലും ഇത് അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. കർത്താവിൻ്റെ പരസ്യ പ്രവർത്തനം നാം പരിശോധിക്കുമ്പോൾ കാനായിൽ തുടങ്ങിയ അത്ഭുതം, പിന്നീട് നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും വലിയ അത്ഭുതങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കുരുടന് കാഴ്ച കൊടുക്കുന്നതും, മുടന്തനെ നടത്തുന്നതും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും, വെള്ളത്തിന്മീതെ നടക്കുന്നതും, അവസാന ദിവസങ്ങളിൽ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിക്കുന്നതുമാകുന്ന അത്ഭുതങ്ങൾ നാം കാണുകയാണ്. കർത്താവിനെക്കുറിച്ചുള്ള ശ്രുതി ആ ദേശമൊക്കെയും കൂടുതൽ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ അനുധാവനം ചെയ്ത സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ക്ലൈമാക്സിലെത്തുമ്പോഴാണ് താൻ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നതെന്ന് കർത്താവിന് നന്നായി അറിയാം. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ലെന്ന് വ്യക്തമായി കർത്താവിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരോട് ഇക്കാര്യമൊക്കെ മുന്നമേ പറയുകയാണ്. എങ്കിലും അവർക്കിത് നേരിടുവാനുള്ള മനഃശക്തിയോ ഉൾക്കരുത്തോ ഇല്ലാത്തതുകൊണ്ട് അവർക്കായി വാഗ്ദത്തം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിനെ. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് ഒരുക്കമുള്ളതോ ശരീരം ബലഹീനമത്രേ. നാം വായിക്കുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ആത്മാവ് ഒരുക്കമുള്ളതോ ശരീരമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, അവർ ഉറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ നടക്കുന്ന ആ വലിയ പ്രയാസത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ഭയന്നോടുകയാണ്. തനിക്ക് വേണ്ടി മരിക്കുവാൻ പോലും സന്നദ്ധനാണ് എന്ന് പറഞ്ഞിരുന്ന തൻ്റെ അരിമശിഷ്യനായ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് തന്നെ തള്ളിപ്പറയുന്നതും തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ആണയിടുന്നതുമായ സംഭവങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഇത് അവർക്കതിനെ അതിജീവിക്കുവാൻ കഴിയാതിരുന്നത് പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അവർക്ക് തുടർന്ന് പിന്നീട് നാം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകുന്നുണ്ട്. താൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരൊക്കെയും ഭയപ്പെട്ടുകൊണ്ട് ഒരു മുറിയിൽ കതകടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യേ കർത്താവ് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനമില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് സമാധാനം നൽകുന്നതായിട്ട് നാം കാണുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്നതായിട്ട് നാം കാണുകയാണ്. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ തുടർന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ അളവിൽ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും അവർ ഭയപ്പെടുകയാണ്. കർത്താവ് നാം കാണുന്നുണ്ട്, പിന്നീട് പത്രോസ് മറ്റ് 6 ശിഷ്യന്മാരുമായി വീണ്ടും തിബിരിയാസ് കടൽ തീരത്തേക്ക്
അവർ എന്നേക്കുമായി ഉപേക്ഷിച്ച ആ വലയും വഞ്ചിയും അന്വേഷിച്ച് മത്സ്യബന്ധനത്തിനായി മീൻ പിടിക്കുവാനായിട്ട് വരെ കടന്നു പോകുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യം ലഭിക്കാതെ വരുമ്പോൾ കർത്താവ് അവരുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ച ശേഷം അവരെ വിളിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മതിയാകുന്നതായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് അളവിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രൈസ്തവൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മാമോദീസ വഴി അവന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവല്ല ആ വ്യക്തി വളരുമ്പോൾ അവനിൽ ഉണ്ടാകേണ്ടത്. ഭൗതികമായി അല്ലെങ്കിൽ ഭൗമികമായി വളരുന്നതോടൊപ്പം ശാരീരികമായി വളരുന്നതോടൊപ്പം ആത്മീയമായി വളരേണ്ട ആവശ്യമാണ് ഇവിടെ നമുക്ക് തിരുവനന്തപുരത്തെ കാണുവാൻ കഴിയുന്നത്. ഒരു കുഞ്ഞ് നേരിടുന്ന പ്രയാസങ്ങളല്ല അല്പം കൂടി കഴിഞ്ഞൊരു ബാല്യകാലത്തിലെത്തുമ്പോൾ ആ പൈതൽ നേരിടേണ്ടത്. അത് യൗവനത്തിലാവുമ്പോൾ പരീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സഹപാഠികളിൽ നിന്നും മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഉള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവയെ നേരിട്ട് ജയിക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിലൊരു വളർച്ചയുള്ള ഒരു യൗവനക്കാരന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. പിന്നീട് അവൻ വിവാഹിതനായി കഴിയുമ്പോൾ അവൻ ഏകനല്ല, അവനും ഭാര്യയും പിന്നീട് കുഞ്ഞുങ്ങളായ കുടുംബമായി. അങ്ങനെ നാം ഈ ലോകത്ത് നമ്മുടെ പ്രായം വർദ്ധിക്കും തോറും നേരിടേണ്ട പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും വ്യത്യസ്തമാണ്, വലിയ തോതിലാണ്. അപ്പോൾ ഇവയെ ആ കാഠിന്യത്തിൽ ഉള്ള പരീക്ഷകളെ, പ്രതിസന്ധികളെ നേരിടുവാൻ നമുക്ക് കഴിയുന്നത്, നേരിട്ട് ജയിക്കുവാൻ നമുക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവിലുള്ളൊരു വളർച്ച നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. പലപ്പോഴും ക്രൈസ്തവരായിരിക്കുന്ന വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യം, അല്ലെങ്കിൽ നാം ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യവുമാണ്. പരിശുദ്ധാത്മാവിൽ വളരേണ്ട ആവശ്യത്തെക്കുറിച്ച് കർത്താവ് അതാണ് വളരെ വ്യക്തമായിട്ട് നമ്മെ, പൗലോസ് അപ്പോസ്തലനും അപ്രകാരം നമ്മെ ബോധ്യമാക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ബാല്യകാലത്ത് സ്വീകരിച്ച, മാമോദിസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അളവ് പോരാ നാം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ശിഷ്യന്മാരുടെ ജീവിതാനുഭവം നമ്മെ അത് പഠിപ്പിക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകുന്നുവെങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ അളവ്, ആ അളവ് കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് അവരോട് പറയുന്നു, ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചു യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ അവരോട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. തൽഫലമായി കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരും തൻ്റെ പ്രിയ മാതാവും മറ്റ് ശിഷ്യന്മാരൊക്കെയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ഫലമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയാണ്. അഗ്നിനാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ നിപതിക്കുന്നതായി നാം അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ അളവ് അന്നുവരെ അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ ദർശനങ്ങൾക്ക് മാറ്റമുണ്ടായി, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടായി, അവരുടെ ഭയം എന്നേക്കും മാറി. അവർ കർത്താവിന് വേണ്ടി തെരുവീഥികളിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ അവർ എന്ത് ഭവിഷ്യത്തുകളും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. സ്തെഫാനോസിനെ രക്തസാക്ഷിയാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തിരുവനത്തിൽ കാണുന്നുണ്ട്. മറ്റ് ശിഷ്യന്മാരെ, യാക്കോബിനെ പിടിച്ച് കൊല്ലുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ മർദ്ദനമേറ്റതിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാഹചര്യമാണ് പിന്നീടുള്ള തിരുവനന്തപുരത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. കർത്താവിന് വേണ്ടി അവർ പ്രസംഗിക്കുമ്പോൾ ഇനി ഇത് നിങ്ങൾ ചെയ്യരുത് എന്നവരെ വിലക്കുമ്പോൾ അവർ ഭയം കൂടാതെ പറയുകയാണ്. 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. പിന്നീട് അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത് എന്ന് അവർ കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ
കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഭയമില്ലാതെ കർത്താവിന് വേണ്ടി അവർ സാക്ഷിയിരിക്കുകയാണ്. തുടർന്ന് അവരുടെ ഭീഷണികളുടെ മുമ്പിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരെ മർദ്ദിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. 27 തിരുവചനം മുതൽ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധ ദാസനെതിരായി ഹേരോദാസും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനമൊക്കെ ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിൻ്റെ കൈയും നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും അവർ ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികൾ നോക്കണമേ. നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും തന്നെ. പ്രതിസന്ധികൾ ഏറുമ്പോൾ, പീഡനങ്ങൾ ഏറുമ്പോൾ അവർ വീണ്ടും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പീഡനങ്ങളെ മാറ്റുവാനല്ല, പ്രതിസന്ധികളെ നീക്കുവാനല്ല, പിന്നെയോ അവയെ അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? 31 വാക്യം നാം വായിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രതിസന്ധികൾ കൂടുമ്പോൾ, അത് വർദ്ധിക്കുമ്പോൾ അവരെ ഏൽപ്പിച്ച ദൗത്യം ഉപേക്ഷിച്ച് ഭയപ്പെടുകയല്ല, പിന്നെയോ കൂടുതൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. അതിന് ഫലമായി വീണ്ടും പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുകയാണ്. അങ്ങനെ അവരുടെ വേല നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി എങ്ങനെ ശക്തമായിട്ട് അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ശിഷ്യന്മാരെ ചിതറിക്കപ്പെട്ടപ്പോൾ നാനാ സ്ഥലങ്ങളിലേക്ക് തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്നു. ഭാഷ അറിയില്ല, സംസ്കാരം അറിയില്ല, യാത്രാ സൗകര്യങ്ങളില്ല. എല്ലാ പ്രതിസന്ധികളുടെയും നടുവിലും ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നതുകൊണ്ടാണ് ഭാരതത്തിലൊരു ചെറിയ സമൂഹമെങ്കിലും ക്രൈസ്തവരായി നാം ഓരോരുത്തരും തീരുവാൻ മുഖാന്തരം ഒരുക്കപ്പെട്ടത്. ഇത് സാധ്യമായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പുതിയ അഭിഷേകം അവർക്ക് നാൾ തോറും ലഭിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ വളരേണ്ട, പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ട, പുതിയ നിറവ് പ്രാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല, നമ്മെ പലരും പഠിപ്പിക്കാറുമില്ല. എന്നാൽ തിരുവചനം വ്യക്തമായിട്ട് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധാത്മാവിൽ വളരുമ്പോഴാണ് നാം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, അവയെ തരണം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് പരീക്ഷകളിൽ വീഴാതെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തനാക്കുന്നത്. ഇതിനായിട്ടത്രേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ പോകുന്നത് ഏറെ നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്ന് പറയുന്ന കർത്താവ് ആ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അതിന് ഫലമായിട്ട് അവർക്ക് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച് അനേകരെ സഭയിലേക്ക് ചേർക്കുവാൻ തക്കോണം സാധ്യമായി. ഇന്ന് നാം പലപ്പോഴും പറയാറുണ്ട്, ഭാരതത്തിൽ ഏതാണ്ട് 2-2.5% മാത്രമേ ക്രൈസ്തവരുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്കിത് സാധ്യമാകാത്തത്? നമുക്കതിനുള്ള സജ്ജീകരണങ്ങളോ മുഖാന്തരങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. മാധ്യമങ്ങൾ ഏറെ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഈ കാലയളവിൽ ഏതൊക്കെയും മാധ്യമങ്ങളിലൂടെയും കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ഇന്ന് നാം കെട്ടിപ്പൊക്കിയ മതിലുകൾക്കുള്ളിൽ, സഭ എന്ന മതിലുകൾക്കുള്ളിലായിരിക്കുന്നു? അത് വിട്ട് അക്രൈസ്തവരുടെ ഇടയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്നില്ല. പലപ്പോഴും നമുക്ക് ഭയമാണ്. കാരണം എന്താണ്? ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും അത് കഴിയാത്തത് ഈ ആത്മാവ് നമ്മെ ബലപ്പെടുത്തണം. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾ പോയി എൻ്റെ സാക്ഷികളാവുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ശക്തി നമുക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ നമുക്ക് ഭയമാണ്, നമുക്ക് ലജ്ജയാണ്, പലപ്പോഴും നമുക്ക് പറയുവാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് 2.5%-ലുപരിയായി ക്രൈസ്തവർ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരർ മറ്റാരുമല്ല, ഞാനും നിങ്ങളുമാണ്. നാം ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ച അതുകൊണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചുകൊണ്ട് ഇന്ന് ക്രൈസ്തവരായിട്ട് പോവുകയാണ്. എന്നാൽ
യേശുവിനെ അറിയാത്ത കോടാനുകോടി ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമില്ലേ? അവരുടെ ആത്മാക്കളെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും എത്രത്തോളം ഭാരമുണ്ട്? അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ളൊരു ഭാരം നമുക്കുണ്ടോ? നാം പരിശോധിക്കണം. കാരണം ദൈവം തന്ന ആത്മാവ് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുമ്പോൾ ആ ആത്മാവ് ദൈവത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് സാധ്യമാകുന്ന എങ്ങനെയാണ്? യേശുവിനെ ഒരുവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ രക്ഷ ലഭിക്കുന്നതെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുവിനെക്കുറിച്ച് അറിയുവാൻ കഴിയണം. യേശു മാത്രമേ ഏക രക്ഷകനുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ല എന്ന സത്യം അവൻ അറിയണം. എങ്കിൽ മാത്രമേ അവൻ അവിശ്വാസത്തിലേക്ക് വരുവാൻ കൊണ്ട് കഴിയുകയുള്ളൂ. അവിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് അവനെ ദൈവത്തിൻ്റെ ആത്മാവിനായി നിറച്ച് നയിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ആത്മാവിൽ നയിക്കപ്പെടുന്ന, ആത്മാവിൽ വളരുന്ന, ആത്മശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം വായിച്ച കുറിവാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ, മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും അല്ലെങ്കിൽ പുകവലിയായിരുന്നാലും മറ്റ് മാധ്യമങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അതിന് കാരണം എന്താണ്? ദിവ്യ സമാധാനം നൽകുന്ന പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ്. നമുക്കവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ആ പരിശുദ്ധാത്മാവിൽ വസിച്ച് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.